Hello friends, welcome back to my channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലൈം ജ്യൂസ് ആയിട്ടാണ്. വെറും ഒരു ലൈം ജ്യൂസ് അല്ല, ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ചൂട് കാലത്ത് പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു എന്നാ പറയുക, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ കുടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഡ്രിങ്കാണെന്ന് കാണിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു 2 ടീസ്പൂണോളം ബേസിൽ സീഡ്സ് അല്ലെ സബ്ജ സീഡ്സ് ഞാൻ എടുത്തിട്ട് ഒരു കുഞ്ഞ ബൗളിനകത്തോട്ട് ഇടുവാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള, അതായത് ഇത് മൂടിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ കുതിരാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് കുതിരാൻ തുടങ്ങും. കുതിർന്ന് ഇത് നല്ലതുപോലെ വീർത്തൊക്കെ വരാൻ തുടങ്ങും. ഈ സബ്ജ സീഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ തുളസിയുടെ സീഡ്സാണ് കേട്ടോ. അതാണ് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സബ്ജ സീഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ സബ്ജ സീഡ്. അപ്പം നമ്മളിത് നാരങ്ങ വെള്ളത്തിൽ ചേർക്കാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ചൂട് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നല്ലതുപോലെ തന്നെ കുറയും. അപ്പം നമുക്ക് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചെന്നാൽ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റും ആണ്. നമ്മുടെ ശരീരത്തിലെ ചൂടും നല്ലതുപോലെ കുറയും കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ ഞാൻ ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച നാരങ്ങ ഞാൻ നല്ലതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അങ്ങ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ കണ്ടോ, ഈ ഒരു ചെറിയ, കാരണം നമ്മളിത് മിക്സിയിൽ അടിക്കാൻ പോവാണ്, അതുകൊണ്ടാണ് തൊലിയോട് കൂടെ തന്നെയാണ് അടിക്കുന്നത്. കുറേ പേര് സംശയം ചോദിക്കും തൊലിയോട് കൂടെ തന്നെയാണോ എന്ന്. അതെ, തൊലിയോട് കൂടെ തന്നെയാണ് നമ്മളിത് വെള്ളം ചേർത്ത് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ വലിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇടുമ്പോഴത്തേക്കും നമ്മുടെ മിക്സിയുടെ ബ്ലേഡിനൊക്കെ പ്രശ്നം വരും. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതെല്ലാം മുറിച്ച് ഒരു നാരങ്ങ ചെറുതായി മുറിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ വലിയ ജാറിലാണ് ഞാൻ ഇത് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന, തൊലിയോട് കൂടെ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ നല്ലതുപോലെ തണുപ്പിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 2 ഗ്ലാസ്സോളം വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത്. ഒരു നാരങ്ങയ്ക്ക് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അത് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ അത് കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 പിഞ്ച്, അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 പിഞ്ചോളം ഉപ്പും ഇടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഉപ്പ് കൂടുതലും മധുരം കുറച്ചിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ ഒരു 2 മിനിറ്റൊക്കെ അടിച്ചെടുക്കാം. പിന്നെ ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി അന്നേരം തന്നെ കുടിക്കണം, അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റിനകത്ത് കുടിക്കണം. ഒത്തിരി നേരം നമ്മളത് വെച്ച് കഴിഞ്ഞെന്നാൽ ഇതിൻ്റെ തൊലി ഒരു കയ്പ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് അന്നേരം തന്നെ അടിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ ഇതങ്ങ് മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ലതുപോലെ ഇതിൻ്റെ നീരൊക്കെ നല്ലതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ നാരങ്ങ തൊലിയോട് കൂടെ അടിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിനകത്ത്. അതായത് ആ തൊലിയുടെ ചെറിയൊരു കനപ്പും അതുപോലെ തന്നെ ആ നാരങ്ങയുടെ നീരൊക്കെ കൂടെ ചേർന്ന് നല്ലൊരു രുചിയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും സാധാരണ നാരങ്ങ പിഴിയാണ് ചെയ്യുക. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സബ്ജ സീഡ്സ് അല്ല ബേസിൽ സീഡ്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ അത് വീർത്ത് വന്നിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പം നല്ലതുപോലെ വീർത്ത് വന്നു. ഈ സബ്ജ സീഡ്സ് ഒത്തിരി ബെനിഫിഷ്യലാണ്. നിങ്ങൾ എപ്പോഴും ഇത് വെള്ളത്തിലാണെങ്കിലും ചുമ്മാ ഇട്ട് നമുക്ക് വെള്ളത്തിൽ തന്നെ വെള്ളം നോർമലി നമ്മൾ വെള്ളം എടുക്കുമല്ലോ, അതിനകത്ത് ഇതുപോലെ സീഡ്സ് ഇട്ട് കുടിക്കാവുന്നതുമാണ് കേട്ടോ. അത്രയും ബെനിഫിഷ്യലാണ്. നമ്മുടെ വെയിറ്റ് കുറയാനും നല്ലതാണ്, ചൂട് അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ലതാണത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് സെർവ് ചെയ്യുന്ന ഒരു ഗ്ലാസ് എടുത്തു. ഈ ഗ്ലാസ്സിനകത്തോട്ട് ഞാനിത് ആവശ്യത്തിനുള്ള ഒരു 2 ടേബിൾ സ്പൂണോളം കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സ് ഇട്ടു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളവും എടുത്തു. നല്ലതുപോലെ കണ്ടോ ഞാനിങ്ങനെ ഒഴിക്കുകയാണ്. ഈ ഒരു മിക്സിയിൽ അടിക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ പതഞ്ഞു വരും. അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ കാരണം നമ്മൾ ഇതിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് ഉപയോഗിക്കുകയല്ലല്ലോ, നമ്മൾ മിക്സിയിൽ തന്നെ നല്ലതുപോലെ അടിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, നല്ലൊരു റിഫ്രഷ്മെൻ്റാണ്. അപ്പോൾ നമ്മുടെ
ലൈം ജ്യൂസ് വിത്ത് സബ്ജ സീഡ്സ് റെഡിയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു കോൾഡ് കൺട്രിയിലാണ്, അതുകൊണ്ട് ഞാനിവിടെ ഇടുന്നില്ല എന്ന് മാത്രം ഐസ് ക്യൂബ്സ്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഐസ് ക്യൂബ്സ് ഇട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഐസ് ക്യൂബ്സ് എല്ലാം ഇട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ലൈം ജ്യൂസ് വിത്ത് സബ്ജ സീഡ്സ് റെഡിയാണ്. ഇത് ലൈം ജ്യൂസ് നമ്മൾ കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്തുള്ള സബ്ജ സീഡ്സ് നമ്മുടെ ശരീരത്തിലെ ചൂടെല്ലാം നല്ലതുപോലെ തന്നെ കുറയ്ക്കും, നമ്മുടെ ശരീരം തണുപ്പിക്കും. അപ്പോൾ ഈ പുറത്തുനിന്ന് നല്ല പൊരി വെയിലൊക്കെ പോയിട്ട് വീട്ടിനകത്ത് കയറി വരുമ്പം ഇതുപോലൊരു ജ്യൂസ് അടിച്ച് കുടിക്കുക. വളരെ ഒരു റിഫ്രഷ്മെൻറ്റും നമ്മുടെ ശരീരത്തിന് തന്നെ നല്ലൊരു എന്താ പറയുക, നമ്മുടെ ചൂടൊക്കെ ശരീരത്തിൽ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.